വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നല്ലൊരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു സ്നാക്സാണ്, നല്ല പഞ്ചാബി സമൂസ. നമുക്ക് ഈ മഴക്കാലത്ത് ലോക്ക്ഡൗണിൽ നല്ല ചൂടോടെ തന്നെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. നല്ല സൂപ്പർ സ്നാക്സ് തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പഞ്ചാബി സമൂസ നമുക്ക് എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടയിൽ പോയി വാങ്ങുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാം. അപ്പോൾ എന്താണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അതുപോലെ നമുക്ക് സമൂസക്ക് വേണ്ട ബേസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 കപ്പ് മൈദയാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്കിടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അയമോദകമാണ് എടുത്തത്. അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർക്കേണ്ട ഒരു ആവശ്യമാണ്. അയമോദകം ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റും. അപ്പോൾ അയമോദകം എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഈ മൈദയും അയമോദകം എല്ലാം ഉപ്പും കൂടി നല്ലവണ്ണം ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദയിലേക്ക് നല്ലവണ്ണം എല്ലാം ഇവിടെ ഒരേപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മൾ നല്ല ടൈറ്റിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അധികം സോഫ്റ്റ് ഒന്നും ആവശ്യമില്ല. നല്ല ടൈറ്റ്ലി നമ്മൾ കൈ വേദനിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എന്നാൽ മാത്രമേ ഇതിൻ്റെ ഷീറ്റ് നമുക്ക് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് വേദന തോന്നും. അപ്പോൾ അത്രയും നല്ല ഹാർഡിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഇത് 1/2 മണിക്കൂർ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഇപ്പോൾ ഫില്ലിങ്ങിന് ആദ്യമായി നമുക്കൊരു പൊടി റെഡിയാക്കാനുണ്ട്. അതിനായി ഞാനിവിടെ മുഴുവനായി ഇതുപോലൊരു മല്ലി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഇതൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇത് പൊടിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ മല്ലിയും ഈ ജീരകം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കസൂരി മേത്തി ഇതുപോലെ കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു പിടി മല്ലി പുതിനയിലയാണ്. അപ്പോൾ ഒരുപോലെ നമുക്ക് ഇതുപോലൊരു കപ്പ് മതിയാവും. മല്ലിയും പുതിനയും കൂടി അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ ബീൻസാണ് എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്. പിന്നെ ഇവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉടച്ച് വെച്ചതാണിത്. അപ്പോൾ നല്ലോണം വെന്തുടയേണ്ട. അപ്പോൾ ചെറിയൊരു ഇതുപോലെ പീസായി കിട്ടണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉടച്ച് വെക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രത്യേകം കാണിക്കണ്ടല്ലോ, വേവിക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഈ മല്ലിയും പുതിനയും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സീൻ്റെ ജാറിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിനായി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് അല്പം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വെച്ച മസാലയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം ആ കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലി പുതിന നമ്മൾ അരച്ച് വെച്ചതിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ മതിയാവും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബോയിൽ ചെയ്ത് വെച്ച ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഗ്രീൻ ബീൻസ് സാധാ ആണെങ്കിൽ ഒന്ന് കുതിർത്ത് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ടും ഒരു 2-3 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഉപ്പൊക്കെ പാകത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെ ഇതിലുണ്ടായത്. അപ്പോൾ നല്ലൊരു സ്മെൽ ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും അവസാനം മാത്രം അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരും. കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാനായി മാറ്റി വെക്കാം. നമുക്ക് സമൂസൻ്റെ ഈ ഷീറ്റ് റെഡിയാക്കാം. അതിനായി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഡോ എടുത്ത് ജസ്റ്റ് ഒന്ന് കൈയോട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ അതൊട്ടും പറയാൻ പറ്റാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഒരു ബോൾസാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമുള്ള മൊത്തം ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ചെറിയ ബോൾസ് മതിയാവും. അപ്പോൾ ഇതിൽ നിന്നൊരു ബോൾസ് എടുത്ത് നമുക്ക് അല്പം എണ്ണ തടവിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഓയിൽ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും.
അപ്പോൾ ഫുൾ റൗണ്ട് ഷേപ്പ് അല്ലാണ്ട് ജസ്റ്റ് ചെറിയൊരു ഓവൽ ഷേപ്പ് ഹോൾ കൊടുത്ത് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അങ്ങനെ ഇതേപോലെ ഞാൻ കുറച്ചൊരു ഓവൽ ഷേപ്പിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നടുക്കൂടെ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്നുകൂടി നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. വെള്ളം എടുത്ത് ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു സൈഡാണ് നമുക്കിതുപോലെ വെള്ളം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ഇതുപോലെ നല്ലവണ്ണം ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഹോൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് നല്ല മെല്ലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് അവിടെ ഒന്ന് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ഇതേപോലെ ഷേപ്പിൽ നമുക്ക് ആയി കിട്ടും. റെഡിയാക്കി വെച്ച് ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് നല്ല ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ റെഡിയാക്കാവൂ. അപ്പോൾ എത്തും ചൂട് ആവശ്യമില്ല. അപ്പോൾ ഫില്ലിങ് നമുക്ക് നിറയെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എവിടെയാണ് ഒട്ടിച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എടുക്കാം. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ലെയർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം എടുത്ത് കുറച്ചും കൂടി ഇവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. വെള്ളം കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. എളുപ്പം തന്നെ നമുക്ക് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണം ഇതുപോലെ ഹോൾസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ലവണ്ണം ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ പഞ്ചാബി സമൂസ എല്ലാം ഓരോന്നരനെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഇതുപോലെ നിൽക്കാൻ കഴിയണം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്റ്റ് സ്റ്റൈല് അപ്പോൾ ഞാൻ മുഴുവൻ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കും വേണം. അപ്പോൾ അധികം ചൂടില്ലാതെ എണ്ണയിൽ വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിൽ മതി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ കൂടുതൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ബബിൾസൊക്കെ വന്ന് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇതേപോലെ ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം എടുത്ത് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം കാണുന്നില്ല അതൊരു ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതേപോലെയാണ് നമുക്ക് ഓരോന്നും വേണ്ടത്. അപ്പോൾ അതിനാണ് നമുക്ക് കുറച്ച് ടൈം എടുത്ത് ലോ ഫ്ലെയിമിൽ നമുക്കിതുപോലെ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കും. നല്ല വെരി ടേസ്റ്റി ആയ ഒരു സമൂസ തന്നെയാണ് ഇത്. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിനൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും കൂട്ടുകാരിലും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ താങ്ക് യു.